അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തഫ്ഹീമുത് തിലാവ 1-ാം ക്ലാസ്സിലെ 18ാമത്തെ പാഠാണ്. ഇതിൽ എഴുത്തിൽ യാ വാവൊക്കെ കാണും, പക്ഷെ അത് അലിഫായിട്ടാണ് ഉച്ചരിക്കുന്നത്. പറയുമ്പോൾ അലിഫായിട്ട് ഉച്ചരിക്കും. ആ വാവിനെ എഴുത്തിലേ കാണുള്ളൂ. വാവും യാവും എഴുത്തിലുണ്ടാവും, പക്ഷേ ഉച്ചാരണത്തിൽ അലിഫ് വരിക. ആ ഒരു പ്രത്യേകമായ വായനാശീലവും എഴുത്ത് ശീലവുമാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചില പ്രവാചകന്മാരുടെ, ബഹുമാന്യരായ പ്രവാചകന്മാരുടെ പേരുകൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിൽ ആയത്തുകളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ അദ്ദർസു സാമിനു അശറ 18ാമത്തെ പാഠം അലിഫുൻ തുക്തബു ഫി സൂറത്തിൽ യാഇ വൽ വാവി. കണ്ട ഹെഡിങ് തന്നെ അങ്ങനെയാണ്. അലിഫുൻ അലിഫ്, തുക്തബു ബി സൂറത്തിൽ യാഇ യാഇൻ്റെ രൂപത്തിൽ എഴുതപ്പെടുന്ന അലിഫ്, വൽ വാവി വാവിൻ്റെ രൂപത്തിലും എഴുതപ്പെടുന്ന അലിഫ്. അപ്പം വാവിൻ്റെയും യാഇൻ്റെയും രൂപത്തിൽ എഴുതപ്പെടുന്ന അലിഫിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 1-ാമത്തെ പദം മൂസ. മൂസ എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിൽ അലിഫാണ് വരുന്നത്. എഴുത്തിൽ അവിടെ ചുവന്ന അക്ഷരത്തിൽ യാ കാണിച്ചിട്ടുണ്ട്. മൂസ അല്ലേ. 2-ാമത്തെ പദം ഈസ. ഈസ കഴിഞ്ഞിട്ടൊരു ചെറിയ നീട്ടാണ് ഈസ, പക്ഷെ അവിടെ യാ ആണുള്ളത്. ഈസ സാറിന്റെ സീനിനെ മേലോട്ട് അലിഫ് കൊടുത്ത് നീട്ടുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഒരു യാവ് കൊടുക്കുക ചെയ്യുന്നത്, അല്ലേ? ഒരു യാവ് കൊടുത്തുക. യഹ്യ. യഹ്യ എന്ന് എഴുതുമ്പോൾ ഈ യാഇനെ എങ്ങനെ മേലോട്ട് നീട്ടിയിട്ടില്ല. യാഇനെ മേലോട്ട് നീട്ടിയിട്ടില്ല. പിന്നെ എന്താ ചെയ്തത്? യഹ്യ എന്ന് എഴുതിയപ്പോ യഹ്യ ഇങ്ങനെയാണ് എഴുതുന്നത്. യഹ്യ അല്ലാതെ യഹ്യനെ മേലോട്ട് ഇങ്ങനെ യാഇന് അലിഫ് കൊടുത്ത് നീട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് എഴുതുന്നത്, അല്ലേ? യാ കൊടുത്തിട്ടാണ് എഴുതുന്നത്. പാഠപുസ്തകത്തിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാം. യഹ്യ യഹ്യ എന്ന് ചെറിയൊരു അലിഫ് കൊടുത്തിട്ട് നീട്ടി പറയും നമ്മൾ, പക്ഷേ എഴുത്തിൽ യാ ആണ് വരിക. സ്വലാത്തുൻ, അവിടെ സ്വലവാത്തുൻ എന്ന് പറയാൻ പാടില്ല, സ്വലാത്തുൻ എന്നാണ് വായിക്കുക. സ്വലാത്തുൻ ലാ കഴിഞ്ഞിട്ട് ലാമിന് നമ്മളൊന്ന് നീട്ടി പറയും. സ്വലാത്തുൻ സ്വലാത്തുൻ. അവിടെ വാവാണ് എഴുതുന്നത്. നോക്ക്, പാഠപുസ്തകത്തിൽ കുട്ടി നല്ല ഒന്ന് നോക്ക്. സ്വലാത്തുൻ എന്ന് കഴിഞ്ഞിട്ട് വാവാണ് കാണുന്നത്, അല്ലേ? സ്വലാത്തുൻ. സകാത്തുൻ, അവിടെ സകവാത്തുൻ എന്ന് വായിക്കരുത്, തെറ്റാണ്. സകാത്തുൻ എന്താ വായിക്കുക? സകാത്തുൻ. അപ്പോ അലിഫിന്റെ വാവിനെയും യാഇനെയും എങ്ങനെയാണ്? യാ രൂപത്തിലും വാവ് രൂപത്തിലും അലിഫിനെ എഴുതിക്കണല്ലേ. സ്വലാത്തുൻ സകാത്തുൻ. അടുത്തത് മിഷ്കാത്തുൻ. അവിടെ മിഷ്കവാത്തുൻ എന്നല്ല വായിക്കുക, മിഷ്കാത്തുൻ എന്നാണ് വായിക്കുക. എന്താ വായിക്കുക? മിഷ്കാത്തുൻ. ഇനി അർസാഹ. എന്താ വായിക്കുക? അർസാഹ. അർസയാഹ എന്നല്ല, അർസാഹ. അടുത്തത് ദആഹ. ദആഹ ബനാഹ. ഒന്നുകൂടെ വായിച്ചു തരാം. മൂസ മൂസ മൂസ. ഈസ ഈസ ഈസ. യഹ്യ യഹ്യ യഹ്യ. സ്വലാത്തുൻ സ്വലാത്തുൻ സ്വലാത്തുൻ. സകാത്തുൻ സകാത്തുൻ. മിഷ്കാത്തുൻ മിഷ്കാത്തുൻ. അർസാഹ അർസാഹ. ദആഹ ദആഹ. ബനാഹ ബനാഹ. ഇനി 3 ആയത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിൽ വാദിൽ മുഖദ്ദസി തുവാ. തുവാ ലാസ്റ്റിലുള്ള തുവാ, അല്ലേ? വഅൻ യുഹ്ശറന്നാസു ളുഹാ. ളുഹാ നീട്ടുന്നുണ്ട്, പക്ഷെ അവിടേക്ക് യാ ആണുള്ളത്.
വലാ അൻത മകാനൻ സുവാ 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 നീട്ടുന്നുണ്ട് സുവാ പക്ഷെ യാ ആണുള്ളത് സുവാ ദുഹ തുവാ ല്ലേ ബിൽ വാദിൽ മുഖദ്ദസി തുവാ ബിൽ വാദിൽ മുഖദ്ദസി തുവാ وأن يحشر الناس ضحى وأن يحشر الناس ضحى ولا أنت مكانا سوى سوى سوى. അപ്പോൾ ഈ പാഠം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ 1ാം ക്ലാസ്സിലെയും 1 മുതൽ